അടുത്തതായിട്ട് ഈ ബി എൽ ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് ഒരു നോംഡ് സ്പേസ് ആണ് നമുക്ക് പ്രൂവ് ചെയ്യുക. അതിനകത്തൊരു നോം ഡിഫൈൻ ചെയ്തിട്ട് ഇതൊരു നോംഡ് സ്പേസ് ആണെന്ന് പ്രൂവ് ചെയ്യാം. ബി എൽ ഓഫ് എക്സ് വൈ ഇസ് എ നോംഡ് സ്പേസ്. ഓൾറെഡി നമ്മൾ ലീനിയർ സ്പേസ് ആണെന്ന് കണ്ടു. നെക്സ്റ്റ് ഇതൊരു നോംഡ് സ്പേസ് ആക്കി മാറ്റാം ബി എൽ ഓഫ് എക്സ് വൈയിൽ. അതിന് ഇതിനകത്തൊരു നോം ഡിഫൈൻ ചെയ്യണം. ചെയ്യുന്നൊരു എലമെന്റ് എടുത്താൽ അത് വെച്ചുകൊണ്ട് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് അത് നോം ആണെന്ന് കാണിക്കണം. അപ്പോൾ ഇത് നോംഡ് സ്പേസ് ആകും. അപ്പോൾ ഇതിൽ നിന്ന് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണം. അതിനെ നമ്മൾ നോം നൊട്ടേഷൻ തന്നെയാണ് കൊടുക്കുന്നത്. നോം ആണെന്ന് പ്രൂവ് ചെയ്യണം. നോം എഫ് ഈസ് ഈക്വൽ ടു സുപ്രീമം ഓഫ് കളക്ഷൻ ഓഫ് ഓൾ നോം എഫ് ഓഫ് എക്സ്. ഈ ഇട്ടേക്കുന്ന നോം, ഇപ്പോൾ ഇട്ടേക്കുന്ന എഫ് എക്സിന് ഇട്ടേക്കുന്ന നോം എന്ന് പറയുന്നത് ഇമേജിന്റെ നോം ആണ്. എന്ന് പറഞ്ഞാൽ വൈ എന്ന സ്പേസിലെ നോമാണ്. വൈ ഒരു നോംഡ് സ്പേസ്, അതിലൊരു നോം ഉണ്ടല്ലോ, അതാണ്. ഇവിടെ എഫിന് ഇട്ടേക്കുന്ന ഈ നോം നമ്മളിപ്പോൾ ഡിഫൈൻ ചെയ്യുന്ന നോമാണ്. നോമാണെന്ന് പ്രൂവ് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. സച്ച് ദാറ്റ് എക്സ് എലമെന്റ് ഓഫ് ക്യാപിറ്റൽ എക്സ് ആൻഡ് നോം ഓഫ് എക്സ്. ഈ നോം എക്സിലെയാണ്, ക്യാപിറ്റൽ എക്സിലെ നോമാണിത്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അപ്പൊ ഈ എഴുതിയേക്കുന്ന ഡെഫിനിഷനിൽ തന്നെ 3 നോം നൊട്ടേഷൻസ് ഉണ്ട്. 3ഉം വേറെയാണ്. ഇവിടെ ഇട്ടേക്കുന്ന നോം എക്സിന് ഇട്ടേക്കുന്ന നോം ക്യാപിറ്റൽ എക്സിലെ നോമാണ്. നോം എഫ് ഓഫ് എക്സിന് ഇട്ടേക്കുന്ന നോം ക്യാപിറ്റൽ വൈയിലേതാണ്. നോം എഫ് ബി എൽ ഓഫ് എക്സ് വൈയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതായ നോമാണ്. എല്ലാം ഒന്നല്ല. ഈ ഇപ്പൊ ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷൻ ഒരു ആക്ച്വൽ നോം ആണെന്ന് പ്രൂവ് ചെയ്യണം. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ഫംഗ്ഷൻ ഇങ്ങനൊരു നോം ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് അറിയണം. നമ്മൾ എഫ് എന്ന് പറയുന്നത് ബി എൽ ഓഫ് എക്സ് വൈയിലെ എലമെന്റ് ആണ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം there exists some alpha greater than 0 such that norm of f of x less than or equal to alpha into norm of x for every x in capital X. എക്സിലെ എല്ലാ എലമെന്റുകളും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോം എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആകുന്ന എക്സുകളെ മാത്രം എടുത്താൽ ഫോർ എക്സ് വിത്ത് നോം എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 അത് എടുത്താൽ ഈ കണ്ടീഷൻ ഇങ്ങനെ മാറും. നോം ഓഫ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൽഫ എന്നാകും. ആൽഫ ഇൻറ്റു നോം ഓഫ് എക്സ്, അതിൽ നോം ഓഫ് എക്സിന് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 അപ്ലൈ ചെയ്യുമ്പോൾ ആൽഫ ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ ആൽഫ എന്നായിട്ട് മാറും. അപ്പോൾ നോം എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആകുന്ന എക്സുകളിൽ നോം ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഈക്വൽ ടു ആൽഫ എന്ന് പറഞ്ഞാൽ നോം എഫ് എക്സുകൾക്ക് ഒരു അപ്പർ ബൗണ്ട് ഉണ്ട് ഇവിടെ, ആൽഫ. അപ്പോൾ നമ്മൾ ഈ എഴുതിയിരിക്കുന്ന ഈ സെറ്റ് ഓഫ് ഓൾ നോം എഫ് ഓഫ് എക്സ്, set of all norm f of x such that x element of x and norm x less than or equal to 1. ഇങ്ങനൊരു നോം ഒരു സെറ്റ് നമ്മൾ എടുത്താൽ ഈ സെറ്റ് ബൗണ്ടഡ് ആണ്, ബൗണ്ടഡ് എബോവ് ആണ്. ഇതിലെ എലമെന്റുകളെല്ലാം ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൽഫ ആകുന്ന ആൽഫയുണ്ട് എന്ന് പറയുമ്പോൾ ഈ സെറ്റ് ബൗണ്ടഡ് എബോവ് ആണ്. ബൗണ്ടഡ് എബോവ് ആയ സെറ്റുകൾക്ക് സുപ്രീമം ഉണ്ടാവും. അത്തരം ആൽഫകളുടെ ലീസ്റ്റ് അപ്പർ ബൗണ്ട് എടുക്കുന്നു. ഇത് ഏതെങ്കിലും ഒരു ആൽഫയേക്കാൾ ചെറുതാണെങ്കിൽ ഈ ആൽഫയേക്കാൾ വലുതായ ഒരുപാട് വേറെ ആൽഫകൾ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഇത്തരം ആൽഫകളിലെ ലീസ്റ്റ് ആളിനെ എടുക്കുന്നു, സുപ്രീമം. ലീസ്റ്റ് ആൽഫ ചൂസ് ചെയ്യും എന്ന് പറഞ്ഞാൽ സെറ്റിന്റെ സുപ്രീമം എടുക്കുന്നു. അതിനെ നമ്മൾ നോം എഫ് എന്ന് ഡിഫൈൻ ചെയ്യും. എന്നിട്ട് ഇതൊരു നോം ആണെന്ന് പ്രൂവ് ചെയ്യും. അങ്ങനെ ഇതൊരു നോംഡ് സ്പേസ് ആക്കി മാറ്റുന്നു. നോക്കാം. ദെൻ ദിസ് നോം, ഇപ്പൊ ഡിഫൈൻ ചെയ്ത നോം ഈസ് എ നോം ഓൺ ബി എൽ ഓഫ് എക്സ് വൈ. ബി എൽ ഓഫ് എക്സ് വൈയിൽ ഇതൊരു നോം ആണെന്ന് കാണിക്കണം. അപ്പൊ അതിന് നോം ആണെന്ന് പ്രൂവ് ചെയ്യാൻ 3 കണ്ടീഷൻസ് ഉണ്ടല്ലോ. ആ 3 കണ്ടീഷനും പ്രൂവ് ചെയ്യണം. ആദ്യത്തെ കണ്ടീഷൻ നോം എഫ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ആൻഡ് നോം എഫ് ഈക്വൽ 0 ഇഫ് ആൻഡ് ഓൺലി ഇഫ് എഫ് ഈക്വൽ 0 എന്നുള്ള കണ്ടീഷൻ. ക്ലിയർലി നോം എഫ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 അല്ലേ? കാരണം ഈ സെറ്റിനകത്ത് നോം എഫ് എക്സുകളുടെ കളക്ഷൻ, ആ നോം എഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ആണ്. നോൺ നെഗറ്റീവ് എലമെന്റുകൾ മാത്രം വരുന്ന ഒരു സെറ്റാണിത്. നോൺ നെഗറ്റീവ് എലമെന്റുകൾ മാത്രം വരുന്ന ഒരു സെറ്റിന്റെ സുപ്രീമവും നോൺ നെഗറ്റീവ് ആയിരിക്കും എന്ന് നമുക്കറിയാം. സോ ക്ലിയർലി നോം എഫ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0. ഓൾസോ ഇഫ് എഫ് ഈസ് ഈക്വൽ ടു 0 ദെൻ എഫ് 0 ആണെങ്കിൽ ദെൻ നോം എഫ് ഈസ് ഈക്വൽ ടു ക്ലിയർലി 0. എന്താ കാര്യം? എഫ് 0 ആണെങ്കിൽ ഇതിലെ എലമെന്റുകളെല്ലാം 0 ആയി പോകും. സീറോ ഫംഗ്ഷൻ, എഫ് 0 ഫംഗ്ഷൻ ആണെങ്കിൽ 0 ഫംഗ്ഷൻ എല്ലാവരെയും മാപ്പ് ചെയ്യുന്നത് 0യിലേക്കാണ്. അപ്പൊ നമ്മൾ ഈ എഴുതിയിരിക്കുന്ന ഈ സെറ്റിനകത്ത് ഒരാളെ ഉണ്ടാവും 0 മാത്രം. നോം എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 0 ആയി പോകും.
ഏത് എക്സ് നമ്മൾ ഈ കണ്ടീഷനിലുള്ള ഏത് എക്സ് എടുത്താലും എക്സിന്റെ ഇമേജ് 0 ആണ്. സീറോയുടെ നോം, വൈയിലെ നോം, ഇതൊരു ആക്ച്വൽ നോമാണ്. വൈക്കകത്തെ സീറോയുടെ നോം 0 തന്നെയാണ്. അപ്പൊ ഇത് 0 എന്ന് പറയുന്ന സെറ്റ് സിംഗിൾട്ടൺ സെറ്റായി മാറും. അതിന്റെ സുപ്രീമോ എന്ന് പറഞ്ഞാൽ 0 തന്നെയാണ്. തിരിച്ചുള്ളത് പ്രൂവ് ചെയ്യാം. If norm f is equal to 0, then norm f എന്ന് പറഞ്ഞാൽ സുപ്രീമം collection of all norm f of x such that x element of capital X with norm x less than or equal to 1. ഇതാണ് ഈ സുപ്രീമത്തെ നമ്മൾ നോം എഫ് എന്ന് വിളിച്ചേക്കുന്നത്. അപ്പൊ നോം എഫ് 0 എന്ന് പറഞ്ഞാൽ ഈ സുപ്രീമം 0 ആണെന്നാണ്. ഒരു സെറ്റിന്റെ സുപ്രീമം 0 ആണെങ്കിൽ അതിൽ നിന്ന് എന്ത് പറയാം? സെറ്റിന്റെ സുപ്രീമം ഇതൊരു നോൺ നെഗറ്റീവ് എലമെന്റുകൾ മാത്രമുള്ള സെറ്റാണ്. അതിന്റെ സുപ്രീമം 0 ആണെങ്കിൽ, സുപ്രീമം എന്ന് പറഞ്ഞാൽ അപ്പർ ബൗണ്ട് ആണ്, അപ്പർ ബൗണ്ട് 0 ആണെങ്കിൽ തീർച്ചയായിട്ടും ആ സെറ്റിലെ എലമെന്റുകൾ എല്ലാം 0 ആണ്. ദിസ് ഇംപ്ലൈസ് നോം ഓഫ് എക്സ് ഈക്വൽ 0 ഫോർ എവരി എക്സ് ഇൻ ക്യാപിറ്റൽ എക്സ് with satisfying the condition, with the condition norm x less than or equal to 1. norm x less than or equal to 1 എന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സുകളുടെ ഇമേജുകളുടെ നോമാണ് ഈ സെറ്റിൽ വരുന്നത്. അവരെല്ലാം 0 ആയിരിക്കും. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് f ഈക്വൽ 0 എന്നാണ്. നോം f ഈക്വൽ 0 ഇംപ്ലൈസ് f ഈക്വൽ 0 എന്നാണ്. f ഈക്വൽ 0 എന്ന് കിട്ടണമെങ്കിൽ f of x ഈക്വൽ 0 ഫോർ എവരി x ഇൻ ക്യാപിറ്റൽ എക്സ് എന്ന് കിട്ടണം. അതിലോട്ടാ പോകുന്നത്. ദിസ് ഇംപ്ലൈസ് ഇവിടെ നോം ഒരു വെക്ടറിന്റെ നോം 0, ഇത് വൈയിലെ നോമാണ്. വൈയിലെ ഒരു വെക്ടറിന്റെ നോം 0 ആകണമെങ്കിൽ ഇതൊരു ആക്ച്വൽ നോം ആയി എഴുതിയേക്കുന്നത്. ആ വെക്ടർ 0 ആകണം. സോ എഫ് ഓഫ് എക്സ് ഈക്വൽ 0 വിത്ത് ദിസ് കണ്ടീഷൻ. അപ്പൊ ഇവിടെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എഫ് ഓഫ് എക്സ് ഈക്വൽ 0 ഫോർ ഓൾ എക്സ് എന്നാ. പക്ഷെ കുറച്ച് എക്സുകൾക്ക് ഇത് ട്രൂ ആന്ന് കിട്ടി. എങ്ങനെയുള്ള എക്സുകൾക്ക്? ക്യാപിറ്റൽ എക്സിലുള്ളതായ നോം എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആകുന്നവർക്ക് ഇത് ട്രൂ ആന്ന് കിട്ടി. നമുക്ക് വേണ്ടുന്ന എല്ലാവർക്കും ട്രൂ എന്നാ കിട്ടേണ്ടത്. സോ ദിസ് അഗെയിൻ ഇംപ്ലൈസ്, ഇപ്പൊ ഇവിടെ ഈ എക്സ് നോം എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആകുന്ന ആരിവിടെ വന്നാലും അയാളുടെ എഫ് വാല്യൂ 0 ആണ് ഇപ്പൊ കിട്ടിയേക്കുന്നത്. നോം എക്സ് 1ഓ അതിൽ കുറവോ വരുന്ന എക്സുകൾക്ക്. ഞാൻ അങ്ങനെയുള്ള ഒരു പർട്ടിക്കുലർ ആളെ എഴുതുകയാണ്, എക്സ് ബൈ നോം എക്സ്. ഈ എക്സ് ബൈ നോം എക്സ് എന്ന് പറയുന്ന വെക്ടറിന്റെ നോം 1 ആണല്ലോ, നമുക്കറിയാം. എക്സ് ബൈ നോം എക്സ് എന്ന് പറയുന്ന വെക്ടറിന്റെ നോം ഇസ് ഈക്വൽ ടു നോം എക്സ് ബൈ നോം എക്സ് എന്ന് വരും. ഇസ് ഈക്വൽ ടു 1 ആണ്. അങ്ങനെയുള്ള നോം എക്സ് 1 വന്നാലും അതിൽ കുറവ് വന്നാലും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. സോ ഇവിടെ വെച്ച് എങ്ങനെ പറയാം? ദിസ് ഓൾസോ 0. ദിസ് ഈസ് ട്രൂ ഫോർ എവരി എക്സ് ഇൻ ക്യാപിറ്റൽ എക്സ്. ഇത് എല്ലാ എക്സിലേക്കും കൊണ്ടുവരാം വിത്ത് നോൺ 0, എക്സ് നോട്ട് ഈക്വൽ ടു 0. കാരണം 0 വെക്ടറിനെ നമുക്ക് മോഡ് അതിന്റെ നോം കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ എക്സ് 0 അല്ലാത്ത ഏത് വെക്ടർ ആയാലും എക്സിനെ നോം എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം അതൊരു യൂണിറ്റ് വെക്ടർ ആയിട്ട് മാറും. യൂണിറ്റ് വെക്ടറുകളുടെ എല്ലാം ഫംഗ്ഷൻ വാല്യൂ 0 ആണെന്ന് ഈ കണ്ടീഷനിൽ നിന്ന് പറയുന്നു. ഈ കണ്ടീഷനിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. എഫ് ഓഫ് എക്സ് ഈക്വൽ 0 ഫോർ എവരി എക്സ് വിത്ത് നോം എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ ഇൻ പർട്ടിക്കുലർ യൂണിറ്റ് വെക്ടറുകളുടെ നോം 0 ആണ്. അതുകൊണ്ട് അതിന്റെ ഫംഗ്ഷൻ വാല്യൂ 0 ആണ്. എഫ് ഓഫ് എക്സ് 0 ആണ് ഈ കണ്ടീഷൻ പ്രകാരം. അപ്പോൾ എക്സിന് പകരം നമുക്ക് ഈ യൂണിറ്റ് വെക്ടർ ഇട്ട് കൊടുത്താൽ ക്യാപിറ്റൽ എക്സിലെ ഏത് നോൺ 0 വെക്ടറും എടുത്ത് അതിൽ നിന്ന് ഒരു യൂണിറ്റ് വെക്ടർ ഉണ്ടാക്കാം, എക്സ് ബൈ നോം എക്സ് എന്ന്. എഫ് ഓഫ് എക്സ് ബൈ നോം എക്സ് എന്ന് കൊടുത്താൽ 0 കിട്ടും. And that implies ഫംഗ്ഷന്റെ ലിനിയാരിറ്റി വെച്ച് നമുക്ക് ഈ നോം എക്സ് പുറത്തേക്ക് എടുക്കാം. 1 ബൈ നോം എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 ഫോർ എവരി എക്സ് ഇൻ എക്സ് വിത്ത് ദ കണ്ടീഷൻ എക്സ് നോട്ട് ഈക്വൽ ടു 0. നോൺ 0 എക്സുകൾക്കെല്ലാം നമ്മൾ ഈ കണ്ടീഷൻ കൊണ്ടുവരിക. ദിസ് ഇംപ്ലൈസ് രണ്ട് സൈഡിൽ നോം എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എഫ് ഓഫ് എക്സ് നോം എക്സ് അങ്ങ് പോകും. നോം എക്സ് കൊണ്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 0 എന്ന് വരും. ഫോർ എവരി എക്സ് ഇൻ എക്സ് വിത്ത് എക്സ് നോട്ട് ഈക്വൽ ടു 0. അപ്പൊ 0 അല്ലാത്ത എല്ലാ എക്സുകൾക്കും ഇത് ട്രൂ ആ. 0ക്ക് ഇത് ട്രിവിയലി ട്രൂ ആ. എഫ് ഓഫ് 0 0 എന്ന് നമുക്കറിയാമല്ലോ. ഏതൊരു ലിനിയർ മാപ്പും 0യെ മാപ്പ് ചെയ്യുന്നത് 0യിലേക്കാണ്. എഫ് ഓഫ് 0 0 ആണ് നമുക്ക് അറിയുകയും ചെയ്യാം. അപ്പൊ ഇത് നമുക്ക് ജനറൽ ആയിട്ട് പറയാം, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 ഫോർ എവരി എക്സ് ഇൻ ക്യാപിറ്റൽ എക്സ്. അപ്പൊ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയി. എഫ് 0 ആണെങ്കിൽ നോം എഫ് 0 ആണ്. തിരിച്ചും നോം എഫ് 0 ആണെങ്കിൽ എഫും 0 ആണ്. ദിസ് ഇംപ്ലൈസ് എഫ് ഈക്വൽ 0. എഫ് ഈസ് ഐഡന്റിക്കലി 0. എവരി എക്സിൽ എഫ് 0 ആയി കഴിഞ്ഞു. സോ എഫ് ഈസ് ഐഡന്റിക്കലി 0, എഫ് ഈസ് ഈക്വൽ ടു 0. ഇനി നമുക്ക് സെക്കൻഡ് കണ്ടീഷൻ നോക്കാം. സെക്കൻഡും തേർഡും കണ്ടീഷൻസ് വളരെ എളുപ്പമാണ്. സെക്കൻഡ് കണ്ടീഷൻ ട്രയാങ്കിൾ ഇൻഇക്വാളിറ്റി. എഫും ജിയും എടുത്തിട്ട് ട്രയാങ്കിൾ ഇൻഇക്വാളിറ്റി പ്രൂവ് ചെയ്യണം. ലെറ്റ് എഫ് കോമ ജി എലമെന്റ് ഓഫ് ബി എൽ ഓഫ് എക്സ് കോമ വൈ.
then norm of f plus g. Definition പ്രകാരം ഇത് this is supremum collection of all norm of f plus g of x. ഇവിടെ എന്ത് വന്നാലും ഏത് ബി എൽ ഓഫ് എക്സിലെ ഏത് ഫംഗ്ഷൻ വന്നാലും അതിന്റെ നോം കിട്ടാനുള്ള ഡെഫിനിഷൻ അതാണ്. such that x element of capital X, norm of x less than or equal to 1 equals point wise addition വെച്ച് നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം. supremum set of all norm of f of x plus g of x such that x element of x and norm of x less than or equal to 1 equals ക്യാപിറ്റൽ വൈക്ക് അകത്തെ രണ്ട് എലമെന്റുകളുടെ സമ്മിന്റെ നോമാണ്. ക്യാപിറ്റൽ വൈ ഒരു നോംഡ് സ്പേസ് ആയതുകൊണ്ട് ക്യാപിറ്റൽ വൈയിലെ ട്രയാങ്കിൾ ഇനിക്വാളിറ്റി നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. ട്രയാങ്കിൾ ഇനിക്വാളിറ്റി പ്രകാരം ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എഫ് ഓഫ് എക്സ് പ്ലസ് നോം ജി ഓഫ് എക്സ് എന്നാകും ട്രയാങ്കിൾ ഇനിക്വാളിറ്റി പ്രകാരം. സോ ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു supremum of collection of all norm f of x plus norm g of x such that x element of x and norm x less than or equal to 1. ഇനി നമുക്കറിയാം സുപ്രീമം ഓഫ് എ പ്ലസ് ബി, രണ്ട് എയും ബിയും ക്യാപിറ്റൽ എയും ക്യാപിറ്റൽ ബിയും രണ്ട് സെറ്റുകളാണെങ്കിൽ സുപ്രീമം ഓഫ് എ പ്ലസ് ബി എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സുപ്രീമം എ പ്ലസ് സുപ്രീമം ബി ആണെന്ന്. അത് ഉപയോഗിച്ചുകൊണ്ട് ദിസ് ഈസ് അഗെയിൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു supremum norm f of x condition ഉണ്ട് such that x element of x norm x less than or equal to 1 plus supremum of collection of all norm g of x അങ്ങനെ രണ്ട് സെറ്റ് ആക്കും എയും ബിയും ആയിട്ട് കണ്ടുകൊണ്ട് such that x element of x norm x less than or equal to 1. അപ്പോൾ എന്താണ് റൈറ്റ് സൈഡ് ഇൻഇക്വാലിറ്റി റൈറ്റ് സൈഡിൽ വന്നിരിക്കുന്നത്? ആദ്യം വന്നിരിക്കുന്നതായ സുപ്രീമം ഇതെന്ന് പറയുന്ന ഡെഫിനിഷൻ പ്രകാരം നോം എഫ് ആണ് പ്ലസ് ഇത് നോം ജി ആണ്. എന്ത് കിട്ടി? ദസ് നോം എഫ് പ്ലസ് ജി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എഫ് പ്ലസ് നോം ജി ഫോർ എവരി ക്യാപിറ്റൽ എഫ് ക്യാപിറ്റൽ ജി ഇൻ BL of x, y. So the triangle inequality in BL of xy is satisfied. ഇനി ഒരു കണ്ടീഷനും കൂടെ ഉള്ളത് നോമാണെന്ന് പറയാൻ വേണ്ടുന്നത്. മൂന്നാമത്തെ കണ്ടീഷൻ, ലെറ്റ് എഫ് എലമെന്റ് ഓഫ് BL of xy ആൻഡ് ഒരു സ്കെയിലാർ എടുക്കുക, സ്കെയിലാർ k ഇൻ ക്യാപിറ്റൽ. എന്നിട്ട് എന്ത് പ്രൂവ് ചെയ്യണം? നോം ഓഫ് കെ എഫ് ഇസ് ഈക്വൽ ടു മോഡ് കെ ഇൻറ്റു നോം എഫ് എന്ന് പ്രൂവ് ചെയ്യാം. സോ കൺസിഡർ നോം ഓഫ് കെ ഇൻറ്റു ക്യാപിറ്റൽ എഫ്. ഡെഫിനിഷൻ പ്രകാരം സുപ്രീമം ഓഫ് കളക്ഷൻ ഓഫ് ഓൾ നോം കെ എഫ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെന്റ് ഓഫ് എക്സ് norm x less than or equal to 1. Point wise scalar multiplication അനുസരിച്ച് നോം ഓഫ് ഇത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം k ഇൻറ്റു എഫ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെന്റ് ഓഫ് എക്സ് ആൻഡ് നോം എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. എന്നിട്ട് വൈയിലെ നോമിന്റെ പ്രോപ്പർട്ടി ഉപയോഗിക്കണം. ഇത് വൈയിലെ നോമാണ്, കെ മോഡ് കെ ആയിട്ട് അവിടെ പുറത്തേക്ക് എടുക്കാം. ഈക്വൽസ് സുപ്രീമം മോഡ് കെ ഇൻറ്റു നോം എഫ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഇൻ എക്സ് ആൻഡ് നോം എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഇനി സുപ്രീമത്തിന്റെ മറ്റൊരു പ്രോപ്പർട്ടി നമ്മൾ അപ്ലൈ ചെയ്യുന്നു. സുപ്രീമം സെറ്റ് സുപ്രീമം ഓഫ് k into capital A is equal to k into supremum capital A ആയിരിക്കും if k greater than 0 അല്ലെ greater than equal to 0. k പോസിറ്റീവ് ആണെങ്കിൽ ആ k നമുക്ക് പുറത്തേക്ക് എടുക്കാം, സുപ്രീമമായിട്ട് തന്നെ നിൽക്കും. k നെഗറ്റീവ് ആണെങ്കിലും ഇത് ഉപയോഗിക്കാം, പക്ഷേ ഈ സുപ്രീമം എന്നുള്ളത് ഇൻഫിമം ആയിട്ട് മാറും എന്നുള്ളതാണ്.
ഇവിടെ മോഡ് കെ ആണ്. മോഡ് കെ എന്ന് പറഞ്ഞാൽ നോൺ നെഗറ്റീവ് ക്വാണ്ടിറ്റി ആണ്. കെ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 നമുക്ക് അപ്ലൈ ചെയ്യാം. സോ ദിസ് ഇസ് ഈക്വൽ ടു മോഡ് കെ പുറത്തേക്ക് എടുക്കാം. മോഡ് കെ ഇൻറ്റു സുപ്രീമം കളക്ഷൻ ഓഫ് ഓൾ നോം എഫ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെന്റ് ഓഫ് എക്സ് കോമ നോം എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ഈക്വൽസ് മോഡ് കെ ഇൻറ്റു ഈ വന്നിരിക്കുന്നത് എന്താണ്? ഡെഫിനിഷൻ അനുസരിച്ച് നോം ഓഫ് എഫ് ആണ്. ദസ് നോം ഓഫ് കെ എഫ് equals mod k into norm of f for every f in BL of xy and every k in capital K. Thus the third condition is also satisfied. അപ്പോൾ ഒരു നോമിന് വേണ്ടുന്നതായ 3 പ്രോപ്പർട്ടികളും നമ്മൾ ഈ ഡിഫൈൻ ചെയ്ത നോം ഫംഗ്ഷൻ ഉണ്ട്. ഈ ഡിഫൈൻ ചെയ്ത ഫംഗ്ഷൻ നോമിന്റെ പ്രോപ്പർട്ടികളെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നു. അതുകൊണ്ട് ഈ നോം എന്ന് പറയുന്നത് ഇസ് എ നോം ഓൺ BL of xy ആണ്. ഇതിനെ നമ്മൾ ഓപ്പറേറ്റർ നോം എന്ന് വിളിക്കും. ഓപ്പറേറ്റർ നോം ഫംഗ്ഷന്റെ നോം ആയതുകൊണ്ട് ലിനിയർ മാപ്പിന്റെ നോമാണ് ആയതുകൊണ്ട് ഇതിനെ അറിയപ്പെടുന്നത് ഓപ്പറേറ്റർ നോം എന്നാണ്.